അവിടെ ചെന്നു, നിസീനെ കാണിച്ചു. അന്ന് തന്നെ അവളെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ഡയഗ്നോസിസ് ആയി T-സെൽ എയർലി പ്രിക്കസർ ലുക്കീമിയ. ഇത് ഒരു റെയർ ആയിട്ടുള്ള ലുക്കീമിയാണ്. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു 50-50% ചാൻസേ ഉള്ളൂ. കാരണം ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് പകുതി. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ മിക്കവാറും വേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കീമോയുടെ ഒരു പ്രോട്ടോക്കോൾ ഞങ്ങൾക്ക് തന്നത് 2 വർഷത്തേക്കുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നത്. ഞങ്ങളാകെ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ദൈവം കൂടെയുണ്ട്. ഇപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു. ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഒരു കുഴപ്പവുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കെല്ലാം ഇത് തരണം ചെയ്ത് ദൈവം നമ്മളെ കൂടെ കൊണ്ട് നിർത്തും എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 3 ആഴ്ച ആയപ്പോഴത്തേക്കും എൻ്റെ പേര് ചിഞ്ചു എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തി നിസി കുര്യാക്കോസ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഞാനിവിടെ കൃപാസനത്തിൽ വരികയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോയി. അന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ 2013 MS നഴ്സിംഗ് പാസ്സായി ഒരു കോളേജിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു. അന്നൊന്നും എനിക്ക് പുറത്തേട്ട് പോകാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ. അങ്ങനെ 2020 ആയപ്പോഴേക്കും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഒന്നും കാണാതിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും പുറത്തേട്ട് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ OET നോക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിസിയും നേഴ്സാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. എനിക്ക് 2 കുട്ടിയും നിസിക്ക് 2 കുട്ടിയുമുണ്ട്. ഞങ്ങളുടെ ഇളയ 2 മക്കൾ 1.5 വയസ്സും എൻ്റെ കുട്ടിക്ക് 2 വയസ്സേ പ്രായമുള്ളൂ. അന്ന് മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞപ്പോൾ നിസിയോട് ഞാൻ പറഞ്ഞു, OET പഠിക്ക്, 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഇവളുടെ ഹസ്ബൻഡ് നേഴ്സാണ്. ഇവർ 2 പേരും ഒരിക്കലും ഒരുമിച്ച് നിന്നിട്ടില്ല. അപ്പം എവിടെയെങ്കിലും പുറത്തു പോയാൽ ഒരുമിച്ച് സെറ്റിലാവാം, അതുകൊണ്ട് OET പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ നിസി പിന്നെ ജോലിക്ക് കയറാതെ OET ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചു. ഞാനാണെങ്കിൽ കോളേജിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തു. പക്ഷേ എനിക്ക് ഒട്ടും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കോവിഡ് ടൈമാണ്. അങ്ങനെ എക്സാമൊക്കെ എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. പക്ഷേ നിസിമോള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അയർലൻഡ് സ്കോർ കിട്ടി. ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ പേപ്പർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിസിയുടെ ഹസ്ബൻഡ് ആ സമയത്ത് ബഹ്റിന് പോയി. അപ്പം ബഹ്റിനിൽ നിന്ന് ഇനി അയർലൻഡിലോട്ട് പോയി സെറ്റിൽ ആവാം എന്നുള്ള പ്ലാനിങ് ആണ് 2 പേർക്കും. കാരണം നിസി ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. അങ്ങനെ ഞാൻ അടുത്ത ഒരു എക്സാം ഡേറ്റും കൂടി എടുത്തു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി എനിക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല, ഇതും കൂടെ ഞാൻ നോക്കിയിട്ട് നിർത്തുവാണ്, എന്നെക്കൊണ്ട് ഇനി പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ടൈമിൽ ഞാൻ ജൂണിൽ എക്സാം ഡേറ്റ് എടുത്തിരിക്കുന്നു. 2021 നിസി ഒരു കണ്ടിന്യൂസ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറി. അങ്ങനെ 2 മാസമായിട്ടുള്ളൂ കയറിയിട്ട്. 2021 മെയ് 27 ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അന്ന് നിസിയുടെ കഴുത്തിൽ ഒരു മുഴ വന്നു. അപ്പോൾ നിസി പറഞ്ഞു എന്തോ കടിച്ചാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നിസി അവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ പുള്ളിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് FNAC ചെയ്ത് നോക്കാം, മിക്കവാറും TB ആയിരിക്കും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് വന്നു, കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മമ്മി അവിടെ നേഴ്സായിരുന്നു, റിട്ടയർഡ് ആയതാണ്. മമ്മി അവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നു. കോവിഡ് ടൈമാണ്, ഒരാളെ കയറ്റുള്ളൂ. അവിടെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. അതുപോലെ കുറച്ച് നെക്രോട്ടിക് ആയിരുന്നു, ലിംഫ് നോഡ് 2-3 എണ്ണം അകത്തുണ്ടായിരുന്നു. അതെല്ലാം സർജറി ചെയ്തു, ബയോപ്സിക്ക് വിട്ടു. പക്ഷേ അവർക്ക് ഡയഗ്നോസിസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഫുൾ കൺഫ്യൂസ്ഡ് ആണ്, ലിംഫോമയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അമൃതയിൽ ചെന്നു, വീണ്ടും ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ബോൺമാരോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കും കൺഫ്യൂഷനാണ്. ലുക്കീമിയ ആണെന്ന് തോന്നുന്നു, മൈലോയിഡാണ്, T-സെല്ലാണ്, അവർക്ക് പ്രോട്ടോക്കോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ജൂൺ 20 ആയപ്പോഴേക്കും പ്ലേറ്റ്ലെറ്റ് ഒക്കെ താണു. ഞങ്ങളാകെ വറീഡായി, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എൻ്റെയും ഹസ്ബൻഡും ഒക്കെ കൊളീഗ്സ് പറഞ്ഞു, നമുക്ക് വെല്ലൂർ കൊണ്ടുപോയാലോ, എന്തിനെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും മമ്മിയായിരുന്നു ബൈസ്റ്റാൻഡറായിട്ട് നിന്ന്. മമ്മിക്ക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മമ്മി ഒത്തിരി ടയേർഡായി. പപ്പയ്ക്ക് BP ഷുഗർ ഉള്ളതാണ്, ആൾ ഭയങ്കര ടെൻസ്ഡാണ്.
അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ അമൃതയിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് ഇൻഫ്യൂഷനൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആംബുലൻസ് വഴി ഷിഫ്റ്റായി വെല്ലൂർ പോയി. ഞാൻ 3 ആഴ്ച ലീവ് എടുത്തുകൊണ്ടാണ് പോയത്. ഞാനും ഹസ്ബൻഡും അവിടെ ചെന്നു, നിസീനെ കാണിച്ചു. അന്ന് തന്നെ അവളെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ഡയഗ്നോസിസ് ആയി T-സെൽ എയർലി പ്രിക്കസർ ലുക്കീമിയ. ഇത് ഒരു റെയർ ആയിട്ടുള്ള ലുക്കീമിയാണ്. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു 50% ചാൻസേ ഉള്ളൂ. കാരണം ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് പകുതി. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ മിക്കവാറും വേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കീമോയുടെ ഒരു പ്രോട്ടോക്കോൾ ഞങ്ങൾക്ക് തന്നത് 2 വർഷത്തേക്കുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നത്. ഞങ്ങളാകെ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ദൈവം കൂടെയുണ്ട്. ഇപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു. ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഒരു കുഴപ്പവുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കെല്ലാം ഇത് തരണം ചെയ്ത് ദൈവം നമ്മളെ കൂടെ കൊണ്ട് നിർത്തും എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 3 ആഴ്ച ആയപ്പോഴത്തേക്കും കീമോയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരാഴ്ച അഡ്മിറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ OPDയിൽ കീമോ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് ബഹ്റൈനിൽ നിന്ന് വന്നു, മമ്മിയും വെല്ലൂർ വന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ മമ്മിയും അവളുടെ ഹസ്ബൻഡും കൂടെയാണ് വെല്ലൂർ നിന്നിരുന്നത്. 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കീമോ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം അതുപോലെ കോംപ്ലിക്കേഷൻസ് ആയി, ഹൈപ്പോവോളിമിക് ഷോക്കിൽ പോയി. ആളെ കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം എല്ലാത്തിൻ്റെയും ഒരു റെസ്പിറേറ്ററി അസിഡോസിസ്, അസൈറ്റിസ്, പാൻക്രിയാറ്റൈറ്റിസ്, തലയിൽ ബ്ലീഡ് എന്ന് വേണ്ട ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും കൂടെ വന്നു. അതിനുശേഷം ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് റിക്കവറായി അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്തു. അത് 4 സൈക്കിളായിരുന്നു. അത് 3 സൈക്കിളായപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം വീണ്ടും കോംപ്ലിക്കേഷൻ, ഇൻറ്റസ്റ്റൈൻ ഇൻഫെക്ഷൻ, ആള് ഫുള്ള് പേരൻ്റൽ ന്യൂട്രീഷനിലായിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റൂ. ബോൺമാരോയിലാണെങ്കിൽ നെഗറ്റീവും ആയിട്ടില്ല, ഇനി നേരെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. ആകെ ഒരു ബ്രദറേ ഉള്ളൂ. 50-50 ആണ് ഇത് മാച്ചായത്. ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങൾക്ക് ശരണം. അങ്ങനെ ഏജൻസി കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഡോണറിനെ കിട്ടി. ഒരുപാട് പ്രാർത്ഥനയിലൂടെ 100% മാച്ചായിട്ടുള്ള ഒരു ഡോണറിനെ ഞങ്ങൾക്ക് കിട്ടി. അതും ഉടനെ തന്നെ 4-5 മാസം കൊണ്ടാണ് ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് വന്നത്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, വെല്ലൂർ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എക്സ്പെൻസീവാണ്. ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഞങ്ങൾക്ക് അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ആരുടെയും ഒരു സഹായവും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ദൈവം ഞങ്ങളിലേക്ക് ഒരുപാട് പേരിലൂടെ ഞങ്ങൾക്ക് സഹായം എത്തിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് വേണ്ട ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു. ആ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി 1.25 മാസം നിസി ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ കിടന്നു. ഡിസ്ചാർജ് ആയപ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ മാത്രം 48 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചിലവായത്. ഇങ്ങനെ ഇരിക്കുന്ന നിസി ഒന്നുമല്ല. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പോൾ മുടിയില്ല, ഒരു രോമമില്ല, ആള് കരിക്കട്ട രൂപമാണ്. ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഇത് നിസിയാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ നിസിയാണെങ്കിലും പഴയ നിസിമോളല്ല. ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയതാണ്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പം നഖം വരെ കറുത്തുപോയായിരുന്നു. അങ്ങനെ ആ സമയത്ത് നവംബറിൽ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് 1.25 മാസം വീണ്ടും ലീവ് എടുത്ത് പോയി നിന്നു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. മമ്മി ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിലാണ് നിൽക്കുന്നത്, പുറത്തേട്ട് വിടില്ല. അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. ഫെബ്രുവരിയൊക്കെ ആയി. കുറച്ച് നാൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസമൊക്കെ നിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, ലൂസ് മോഷൻ, രാജഗിരിയിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ വന്നു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നുകൂടി സ്റ്റെം സെൽസ് കയറ്റിക്കൊണ്ട് ഒരു പാക്കറ്റും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും കയറ്റി. അതിന് ശേഷമാണ് ഇവർ നാട്ടിലേക്ക് വന്നത്. മമ്മി പപ്പയുടെ കൂടെ നിൽക്കുവാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് നിസിമോളൊന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 വീട്ടിലൂടെ ഞാൻ ഓടി നടക്കുവാണ്. എൻ്റെ മക്കൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലും നോക്കണമല്ലോ, മമ്മിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ആ സമയത്ത് ഞാൻ മടുത്തു. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇനി OET നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2022 ഞാൻ OET എഴുതി. പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടിയില്ല. അപ്പോൾ ഈ OETയുടെ പഠനവും ഈ വെല്ലൂരിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഒരേ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പപ്പ സ്ട്രോക്ക് വന്നതിന് ശേഷം മമ്മിക്ക് പിന്നെ വെല്ലൂർ പോകാൻ പറ്റില്ല. അതിനുശേഷം ഞാനാണ് നിസിയുടെ കൂടെ വെല്ലൂർ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഫീമെയിൽ ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ നിന്നേ പറ്റൂ. അങ്ങനെ ഞാനിവിടെ വന്ന് 2022 ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. സാധാരണ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ ആൾക്കൊരു റിജക്ഷൻ വരേണ്ടതാണ്. അതിന് GVHD എന്നാണ് പറയുന്നത്. അത് ചെറിയ രീതിയിലെങ്കിലും വരണം, എങ്കിലേ ബോൺ മാരോയിൽ നെഗറ്റീവ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് GVHD ഒന്നും വന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടും GVHD വന്നില്ല. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ബോൺ മാരോയിൽ വീണ്ടും പോസിറ്റീവാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, പഴയ ഡോണറിനെ വീണ്ടും വരുത്തി സ്റ്റെം സെൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വീണ്ടും ഡോണറിനെ തിരഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോണർ ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ആരാ ഡോണർ എന്നറിയില്ല. ആള് പുറത്തെവിടെയോ പോയി, UK എവിടെയോ പോയി, സ്റ്റുഡൻസ് വിസയിലാണ് പോയിരിക്കുന്നത്. ആളെ പറ്റി ഒരു ഐഡിയയും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വറീഡായി, ഒരുപാട് സ്ഥലത്ത് പല രീതിയിൽ പല കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ആ സമയത്തൊക്കെ ഞാൻ ശാന്തമായിരുന്നു, ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മാതാവ് എങ്ങനെയെങ്കിലും കാണിച്ചു തരുമെന്ന്. അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡോണറിനെ പറ്റി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. അങ്ങനെ ഡോണർ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കും ഭയങ്കര സങ്കടമായി. പുള്ളി പറഞ്ഞു, നാട്ടിൽ വരാം, നാട്ടിൽ വന്ന് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി യൂണിവേഴ്സിറ്റിയിലൊക്കെ മെയിൽ അയച്ചു, പാർട്ട് ടൈം ജോബ് റിസൈൻ ചെയ്തു, നാട്ടിൽ വന്ന് എല്ലാം കളക്ട് ചെയ്യാനുള്ള പുള്ളി വരുന്നതിൻ്റെ എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാനെല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് നവംബറിൽ ഇവൾക്ക് ചെറിയ GVHDയുടെ സിംറ്റംസ് വന്നു തുടങ്ങുന്നത്. അങ്ങനെ നവംബറിൽ ഞാനും നിസിയും കൂടെ തന്നെയാണ് ചെക്കപ്പിന് പോകുന്നത് വെല്ലൂര്. ചെക്കപ്പിന് പോയിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു GVHDയുടെ സിംറ്റം ആണെന്ന് തോന്നുന്നു. അതിനുശേഷം ഡിസംബറിൽ വീണ്ടും ഈ 1 ആഴ്ച കൊണ്ട് ഈ GVHDയുടെ പ്രശ്നം കൂടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 1 മന്ത് കഴിഞ്ഞിട്ടാണ് ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിസിയോട് പറഞ്ഞു, നിസി നമുക്ക് തന്നെ വീണ്ടും പോകാം, ഇവിടെ രാജഗിരിയിൽ കാണിക്കാൻ പറഞ്ഞു. അവിടുന്ന് സ്കിൻ ബയോപ്സി എല്ലാം പറഞ്ഞു. ആ സമയത്ത് ഇവളുടെ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ് കിടക്കുവാണ്, ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിസിയോട് പറഞ്ഞ സാരമില്ല, നമുക്ക് തന്നെ പോകാം, ഞങ്ങൾക്ക് ഈ ക്യാൻസർ പേഷ്യൻസിന് AC ടിക്കറ്റിൽ ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി തന്നെ വെല്ലൂർ പോയി. അവിടെ ഞങ്ങൾ ഒരു അനക്സിലാണ് താമസിക്കുന്നത്, ഒരു ജാക്കോബരി സെൻറ്ററിൽ. ഒരുപാട് മലയാളീസ് ഞങ്ങൾക്ക് ഹെൽപ്പിനുണ്ട്. അങ്ങനെ ഡിസംബറിൽ ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ തന്നെ അഡ്മിറ്റാക്കി. അന്ന് രാത്രി ഞങ്ങൾ 2 പേരും തന്നെയുള്ളൂ. ഒരുപാട് ടെൻഷൻ എനിക്കുണ്ട്. കാരണം മമ്മിയാണ് ഫുള്ള് ഇവളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതും എല്ലാ കാര്യവും അറിയാവുന്നതും മമ്മിക്കാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇരിക്കുമ്പോൾ ഇവളിങ്ങനെ ഇച്ച് ചെയ്യാൻ തുടങ്ങി, മേല് മുഴുവൻ ഇച്ച് ചെയ്യാൻ തുടങ്ങി. പുറത്ത് മുഴുവൻ റാഷസാണ്, വായിക്കകത്ത് ഫുള്ള് മൊത്തം മൗത്ത് അൾസറാണ്, ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിനു മുമ്പ് OPയിൽ പോയ സമയത്ത് GVHD വന്നിട്ടുള്ള പേഷ്യൻസിനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിരുന്നു. കാരണം ഈ GVHD വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, പല രീതിയിൽ GVHD വരും, പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യും. ഇത് കൂടിപ്പോയാൽ ആളെ കിട്ടൂല്ല. ഞങ്ങളുടെ കൂടെ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിരുന്ന സമയത്ത് പലരും GVHD വന്ന് മരിച്ചുപോയി. അപ്പം ഇത് സ്കിൻ GVHD ആകുമ്പോൾ ഇച്ച് ചെയ്താൽ മൊത്തം ദേഹത്ത് വെള്ളപ്പാണ്ടിലിട്ട് വരും. അപ്പോൾ ഞാനൊരു കുട്ടിയെ കണ്ടിരുന്നു, ആ കുട്ടീനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല, കണ്ണ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി മുഴുവൻ വെള്ളപ്പാണ്ടാണ്. ഞാൻ ഒരുപാട് ഹൃദയം നൊന്ന് ഞാൻ കരഞ്ഞു, ദൈവമേ ഇത്രയും ആക്കി തീർത്തെങ്കിൽ ഈ GVHD ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ സൗഖ്യം തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പുറത്ത് മുഴുവൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വായിക്കകത്തൊക്കെ ഉപ്പും തേനും ഉടമ്പടി തൈലും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വായിക്കകത്ത് മുഴുവൻ പരട്ടി കൊടുത്തു. ആ 1 നിമിഷം, ആ 1 മിനിറ്റ് കൊണ്ട് നിസിമോളുടെ ഇച്ചിങ് കംപ്ലീറ്റ് വിട്ടുമാറി. എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. ഡോക്ടർ വന്ന് ബയോപ്സിക്കൊക്കെ പറഞ്ഞിരിക്കുവാണ്, ഒരുപാട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറേ ഓയിൽമെൻ്റ് ഒക്കെ പരട്ടാൻ തന്നിട്ടുണ്ട്. പിറ്റേ ദിവസം ഇവർ വന്ന് ചോദിച്ചിട്ട് ഓയിൽമെൻ്റ് ഒക്കെ പരട്ടുന്നില്ലേന്ന് ചോദിച്ചു. ഓക്കെ, ഓയിൽമെൻ്റ് ഒക്കെ പരട്ടുന്നുണ്ടെന്ന് നിസി പറഞ്ഞു. എന്നിട്ട് നിസിമോൾ എന്നോട് പറഞ്ഞു, ഓയിൽമെൻ്റ് ഒന്നും വേണ്ട ചേച്ചി, എനിക്ക് ഉടമ്പടി തൈലം മാത്രം മതി, അത് പരട്ടിയാൽ മതി. ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ വായിക്കാത്ത അങ്ങനെ ഞങ്ങൾ പരട്ടിക്കൊണ്ടിരുന്നു. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും
ആയപ്പോഴേക്കും ഡിസ്ചാർജ് ആയ സമയത്ത് ഡോക്ടർ അവിടെ എഴുതി വെച്ചു ഫോട്ടോതെറാപ്പി ചെയ്യണം എന്ന് എഴുതി വെച്ചു. ഫോട്ടോതെറാപ്പിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വരുവാണ്. പക്ഷേ ഡോക്ടർ ഞങ്ങൾക്ക് സ്ലിപ്പ് എഴുതി തന്നില്ലായിരുന്നു. അപ്പം നിസി എന്നോട് പറഞ്ഞു, ഇനി ഫോട്ടോതെറാപ്പിക്ക് ഇനി നിർത്തണം എന്നുണ്ടെങ്കിൽ ഫുൾ നെയ്ഡായിട്ടാണ് ആളെ ഫോട്ടോതെറാപ്പിക്ക് നിർത്തുന്നത്. ഇത്രയും ഞാൻ സഹിച്ചു, എനിക്ക് ഇനി നിൽക്കാൻ വയ്യ ചേച്ചി എന്ന് എന്നോട് നിസിമോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിസി നീ ഒരിക്കലും നീ വിഷമിക്കേണ്ട, കാരണം ദൈവം നിനക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യം തന്നതാണ്, നിന്നെ ഫോട്ടോതെറാപ്പിക്ക് നിർത്തില്ല. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോതെറാപ്പിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, സ്ലിപ്പില്ലല്ലോ, നിങ്ങൾ ഡെർമറ്റോളജീനെ ഒന്നുകൂടെ കാണണം. അങ്ങനെ ഞങ്ങൾ ഡെർമറ്റോളജീനെ വെയിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ നോക്കിയപ്പോൾ പറഞ്ഞു, ഇനി ഫോട്ടോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഫോട്ടോതെറാപ്പി കൂടാതെ തന്നെ GVHDയിൽ നിന്ന് നിസിമോൾക്ക് കംപ്ലീറ്റ് സൗഖ്യം കിട്ടി. പിന്നെ ആ GVHDയുടെ പ്രശ്നം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞങ്ങൾ വന്ന സമയത്ത് GVHDയുടെ പ്രശ്നം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടതാണ്. ഇതുവരെ വിട്ടുമാറാത്ത ആൾക്കാരുണ്ട് സ്കിൻ GVHD ഒക്കെ വന്നിട്ട്. അങ്ങനെ ലങ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബോൺ മാരോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു, 2023 ഫെബ്രുവരിയിൽ ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടി, GVHDയുടെ സൗഖ്യം കിട്ടി. അങ്ങനെ ഞാനിവിടെ സാക്ഷ്യം എഴുതി കൊടുത്തു. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ബോൺ മാരോയിൽ നെഗറ്റീവ് ആയില്ല, അതുകൊണ്ട് നെഗറ്റീവായി ആ റിപ്പോർട്ടായിട്ട് നീ വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ ഏപ്രിൽ 2023 നിസിമോൾക്ക് ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു, അത് നെഗറ്റീവായി. അങ്ങനെ ക്യാൻസറിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ ദൈവം കൊടുത്തു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം 3 വർഷക്കാലം ഞങ്ങൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയതാണ്. അതിനുശേഷം വീണ്ടും ഞാൻ OET പഠനം ആരംഭിച്ചു. എനിക്ക് റീഡിംഗ് ആണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ റീഡിങ് തന്നെ എഴുതിയെടുക്കാം, ന്യൂസിലൻഡ് നോക്കാം. അങ്ങനെ റീഡിങ് തന്നെ എഴുതിയെടുത്തു. ഫെബ്രുവരിയിൽ ഞാനിവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ട് അച്ഛൻ കാശുരൂപം തന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആ എക്സാമിനും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് പ്രശ്നം, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല? അങ്ങനെ ഞാൻ ആലോചിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ OET പഠിക്കുന്ന ആ സമയത്ത്, സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു, ന്യൂസ് പേപ്പർ വായിക്കണം. അന്ന് തൊട്ട് വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നതാണ്. ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എനിക്ക് സമയമില്ലായിരുന്നതുകൊണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാനിത് നോക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവം ചിലപ്പോൾ ആ ഒരു അനുസരണം ദൈവം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെ ആ മാസം ഞാൻ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങി. ആ മാസം റീഡിംഗ് എക്സാമിന് അങ്ങനെ ജൂണിൽ എൻ്റെ OETയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് ഡിലേ വന്നു. ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടാൻ ഒരുപാട് വൈകി, ക്യാപ്പിൻ്റെ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് വൈകി. ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ നിസിമോൾ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സൈക്കാട്രി ഹോസ്പിറ്റലാണ്, വളരെ തിരക്ക് കുറവുള്ള ഹോസ്പിറ്റലായത് കാരണം അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അടുത്ത സമയത്ത് പുതുക്കിയ സമയത്ത് എന്നോട് അച്ഛൻ പറഞ്ഞു, OET പാസ്സായി, അതെല്ലാം ഞാൻ എഴുതി കൊടുത്തു, ബോൺ മാരോ നെഗറ്റീവായി, അപ്പം നീ നിസിയെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയണം. അതുപോലെ നീ പോകുന്ന സമയത്ത് നിന്റെ ഡേറ്റ് ഒക്കെ ആയി കഴിയുമ്പം എല്ലാം റെഡി ആയിട്ട് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് വെയിറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടി കയറിയായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇരുന്നാണ്. അത് കഴിഞ്ഞതിന് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ സ്കിന്നിന് തടിപ്പ് പോലെ, ഒരു കട്ടി പോലെ തോന്നി. അപ്പം 2 ആഴ്ചയായത് കാണുന്നു. ഞാനത് മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് എന്തായാലും കാണിച്ചിട്ട് പോയാൽ മതി. ജൂലൈ 1 എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഹോസ്പിറ്റലിൽ മാമോഗ്രാം എല്ലാം ചെയ്തപ്പോൾ ഈ സിംറ്റം ഞാൻ വീട്ടിൽ മമ്മിയോട് പറയുന്നത് മെയ് 27 മമ്മി ഉടനെ 2021 മെയ് 27 നിസിമോളുടെ സിംറ്റം എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല മമ്മി, മിണ്ടാതിരിക്കുക. ഞാൻ വളരെ ശാന്തമായിട്ടിരുന്നു. എനിക്ക് ഒരു ടെൻഷനും തോന്നിയില്ല. ബാക്കിയുള്ള എല്ലാവരും ടെൻഷനായി. അങ്ങനെ ഇൻസിഷണൽ ബയോപ്സി പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഇൻസിഷണൽ ബയോപ്സി ചെയ്തു. 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് ഈ മാസം 7-ാം തീയതിയാണ് വന്നത്. ക്യാൻസർ ഒന്നുമല്ല. അങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ ശാന്തമായിട്ടിരുന്നു. എനിക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല. ദൈവം അനുഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു.
അങ്ങനെ ഇന്നലെയാണ് എൻ്റെ സ്റ്റിച്ച് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ തിങ്കളാഴ്ച ന്യൂസിലൻഡിന് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് പറ്റുന്നതുപോലെ എല്ലാം ഞാൻ മറ്റുള്ളവരെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിച്ചിരുന്നു. അനാഥാലയത്തിൽ പോയി MR ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, മെഡിസിൻ മേടിക്കാനായിട്ട് രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പഠിക്കുന്ന ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി ഞാൻ 3-4 വർഷം മുമ്പ് തന്നെ ചുമ്മാ എൻ്റെ ഒരു ദശാംശം RD ആയിട്ട് ഇട്ടിരുന്നു. അത് എനിക്ക് വലിയ രൂപയൊന്നും ഇല്ലെങ്കിൽ RD ആയിട്ട് ഇടുമ്പോൾ ഒരു നല്ല എമൗണ്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്താണ് എനിക്ക് ആ കുട്ടിക്ക് ഫസ്റ്റ് ഇയറിലായിട്ടുള്ള 1 ലക്ഷം രൂപ എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ വെല്ലൂരായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ വേറെ രോഗികളൊക്കെ കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ പറ്റുന്ന വിധത്തിലുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ നോക്കി.